മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. എൻ പേർക്കായി ജീവൻ വയ്ക്കും പ്രഭോ നിന്നെ എന്നും ഈ ദാസനോർക്കും. പ്രഭോ നിന്നെ എന്നും ഈ ദാസനോർക്കും. നിൻ കൃപയേറിയ വാക്കിൻ പ്രകാരമിന്നത്യന്തം താഴ്മയോടെ എന്റെ വൻകടം തീർപ്പാൻ മരിക്കും പ്രഭോ നിന്നെ എന്നും ഈ ദാസനോർക്കും. എന്റെ വൻകടം തീർപ്പാൻ മരിക്കും പ്രഭോ നിന്നെ എന്നും ഈ ദാസനോർക്കും. ഇന്ന് ദൈവവചനത്തിൽ നിന്ന് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ സൈമൺ മാത്യു ദേമാജി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രമിച്ചാലും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ പ്രിയ ദൈവജനത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി പ്രത്യേകമായിട്ട് അർപ്പിക്കുകയാണ്. ഈ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ പരിശുദ്ധനും ഉന്നതനുമായ മഹാദൈവത്തെ ആരാധിക്കുന്ന നമ്മുടെ ഹൃദയത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശും അവൻ്റെ മഹത്വവും നിറഞ്ഞ് നിന്നുകൊണ്ട് നാം ഹൃദയപൂർവ്വം കർത്താവിനെ ആരാധിക്കുവാൻ ദൈവം ഒരുക്കിയ ഈ നല്ല ദിവസത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ എല്ലാ ദൈവമക്കളുടെയും ആഗ്രഹമാണ് നമ്മുടെ വീണ്ടെടുപ്പുകാരനെ ആരാധിക്കുക എന്നുള്ളത്. അതിന് ദൈവം ഈ ഒരുക്കിയ നല്ല സന്ദർഭത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അനേകർ ആഗ്രഹിച്ചിട്ടും സാധിക്കാത്ത പോയ ഒരു ആഴ്ചവട്ടമാണ് ഇന്ന്. പലവിധമായ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളിലും കഴിയുന്നവരുണ്ട്. അതിന് നടുവിൽ ശാന്തമായി ക്രൂശിനെ ധ്യാനിക്കുവാൻ ദൈവം നമുക്കൊരുക്കിയ നല്ല സന്ദർഭത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആരാധനയോട് അനുബന്ധിച്ച് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം വായിച്ച് നമ്മുടെ കർത്താവിൻ്റെ മഹത്വം നമുക്ക് കാണാം. അതിൽ പ്രകാരം എഴുതിയിരിക്കുന്നു: നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരുമാക്കി തീർത്തവന് എന്നേക്കും മഹത്വം ബലവും ആമേൻ. ഈ വെളിപ്പാട് പുസ്തകത്തിൽ അനേക ആരാധനകൾ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ പൂർണ്ണ മഹത്വം ഈ പുസ്തകത്തിലൂടെ നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കും. ഇതാ അവൻ വേഗം വരുന്നു, മേഘാരൂഢനായി വരുന്നു എന്ന് നാം ഇതിനകത്ത് വായിക്കുന്നുണ്ട്. മേഘാരൂഢനായി വരുന്ന കർത്താവിനെ നമ്മൾ സ്വന്തം കണ്ണുകൊണ്ട് കാണാനായിട്ട് പോവുകയാണ്. എന്നാൽ ഇന്ന് വിശ്വാസത്തോടെ സഭ ഹാളുകളിലും ചെറിയ ചെറിയ ഗ്രൂപ്പുകളായി നമ്മൾ കർത്താവിനെ ആരാധിക്കുമ്പോൾ നമ്മുടെ കർത്താവിനെ ആരാധിക്കാനുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഈ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. നമ്മെ സ്നേഹിക്കുന്നവൻ, അത് പ്രസന്റ് ടെൻസിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മെ സ്നേഹിക്കുന്നവൻ, സ്നേഹിച്ചവൻ എന്ന് നമ്മൾ കാണുന്നുണ്ട്.
ഇവിടെ അവൻ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള അർത്ഥമാണ് ഇവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നാം ഓരോരുത്തരും കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ടവരാണ്, കർത്താവിൻ്റെ സ്നേഹത്തിലായവരാണ്. ഏതാണ് കർത്താവിൻ്റെ സ്നേഹം? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ച സ്നേഹം. ഇന്ന് രാവിലെ അതിപരിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ അടുത്തു വരുമ്പോൾ കുറവുകളും ബലഹീനതയും മാത്രമുള്ള നമ്മൾ അവൻ്റെ മഹത്വത്തിൻ്റെ പ്രത്യാശയിൽ പ്രവേശിച്ച് ആ ശ്രേഷ്ഠമായ കർത്താവിനെ വിശ്വാസ കണ്ണുകൊണ്ട് കാണുമ്പോൾ നമുക്ക് ഓർക്കുവാനുള്ളത് അവൻ നമ്മെ സ്നേഹിച്ചു എന്നുള്ളതല്ല, അവൻ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. എത്ര വലിയ ഭാഗ്യമാണ് ദൈവമക്കളെ, എനിക്കും നിങ്ങൾക്കും കർത്താവ് ഈ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളിൽ ദൈവം ഒരുക്കിയത് എന്ന് നാം ചിന്തിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഓർക്കുവാനുള്ള ആ വലിയ കാര്യം മാത്രമാണ് അവൻ നമ്മെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ താഴ്ചയിൽ നമ്മളെ ഓർത്ത് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ബലഹീനരായിരിക്കുമ്പോൾ നമ്മളെ സ്നേഹിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ശത്രുക്കളായിരിക്കുമ്പോൾ നമ്മളെ സ്നേഹിച്ചു എന്ന് വായിക്കുന്നുണ്ട്. അതെ, അവൻ്റെ സ്നേഹം തുടർന്നുകൊണ്ടിരിക്കുന്നു. യുഗാരംഭം മുതൽ ഉള്ള ആ സ്നേഹം ഒരിക്കലും അവസാനിക്കാതെ തുടരുന്നു എന്നുള്ളതാണ് ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹൃദയത്തിൽ സന്തോഷം ജനിപ്പിക്കുന്നത്. അതിന് തക്കവണ്ണം എൻ്റെ ജീവിതത്തിൽ വല്ലതും ഉണ്ടോ? ഇത്രയും എന്നെ സ്നേഹിച്ചു കൊണ്ടിരിക്കാൻ വേണ്ടി എന്താണ് എൻ്റെ ജീവിതത്തിലുള്ള നന്മ? നമ്മളെല്ലാവരും തീർത്ത് പറയും നമുക്കൊന്നുമില്ല എന്ന് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ ജനമായ ഞാനും നിങ്ങളും അവനെ ആരാധിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പൊങ്ങി വരുന്ന സ്തുതിസ്തോത്രങ്ങൾ നമ്മെ അവൻ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. എൻ്റെ ബലഹീനതയിൽ, എൻ്റെ താഴ്ചയിൽ, എൻ്റെ കുറവിൽ, എൻ്റെ പോരായ്മയിൽ അവൻ എന്നെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നു. സ്നേഹങ്ങൾ, ബന്ധങ്ങൾക്ക് ഒളിച്ചിലുണ്ടാകുന്ന, വിഘ്നമുണ്ടാകുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ദൈവ സ്നേഹത്തിന് വിഘ്നമില്ല, അത് നിത്യസ്നേഹമാണ് എന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് യിരെമ്യാവിനോട് ദൈവം പറയുന്നത്, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചു. പ്രിയമുള്ളവരെ, അവൻ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്ന ദൈവമാണ്. രണ്ടാമതായിട്ട് അവിടെ നമുക്ക് വായിക്കുന്നു, നമ്മുടെ പാപം പോക്കി. പ്രൈസ് ഗോഡ്. ഇന്ന് ദിവസം ദൈവസന്നിധിയിൽ ഇരിക്കുന്ന നമ്മുടെ ഹൃദയത്തിൽ ഏറ്റവും വലിയ സന്തോഷം അതാണ്. നമ്മുടെ പാപം പോക്കി. ഏതായാലും നമ്മുടെ പാവം കടുചുവപ്പായിരുന്ന പാവം, രക്താംബരം പോലെ ചുവപ്പായിരുന്ന പാവം, മലിനസമായ പാവം, ആ വൃത്തികെട്ട പാവം, ശിക്ഷയ്ക്ക് മാത്രം പാത്രീഭൂതമായ പാവം, ആ പാവം കർത്താവ് നീക്കിയെന്ന് പറയുമ്പോൾ എൻ്റെ നിങ്ങളുടെ ഹൃദയം എത്രമാത്രം സന്തോഷിക്കണം. സ്തോത്രം. ദൈവം അതിനെ സഹായിക്കട്ടെ. അവൻ നമ്മുടെ പാപം പോക്കിയവനാണ്. എങ്ങനെയാണ് പാപം പോക്കിയെന്നാണ് അടുത്ത ഭാഗത്ത് പറയുന്നത്, തൻ്റെ രക്തത്താൽ. നാം ഇങ്ങനെ ഒരു പാട്ടിൽ പാടുന്നു, രക്തത്താൽ നമ്മെ വീണ്ടോനെ ഭക്തിയോടെ കീർത്തിപ്പീൻ. രക്തത്താലാണ് കർത്താവ് നമ്മളെ വീണ്ടെടുത്തത്. രാവിലെ വിശുദ്ധ മേശയുടെ ചുറ്റും ഇരിക്കുമ്പോൾ നമ്മുടെ ഹൃദയ കണ്ണുകൊണ്ട് കർത്താവിനെ കാണുമ്പോൾ, അവന്റെ മുറിവുകളെ ദർശിക്കുമ്പോൾ, ആ മുറിവിലൂടെ ഒഴുകിയ രക്തം എൻ്റെ പാപത്തിന്റെ കറ നീക്കുവാൻ വേണ്ടിയാണെന്ന് ഓർക്കുമ്പോൾ ഹൃദയം നന്ദിയാൽ നിറയപ്പെടേണ്ടത് ആവശ്യമാണ്. രക്തത്താൽ വിടുവിച്ചു. അടുത്തത് പറയാണ്, പിതാവിന് രാജ്യവും പുരോഹിതന്മാരുമാക്കി തീർത്തു. കർത്താവിൻ്റെ ജനമേ, ദൈവം നമ്മളോട് കാണിച്ച എത്ര വലിയ സ്നേഹമാണ്.
അവൻ നമ്മളെ രാജ്യമാക്കി, അവൻ്റെ രാജ്യമാക്കി തീർത്തു എന്നുള്ളതാണ്. അവൻ്റെ പുരോഹിതന്മാരാക്കി തീർത്തു എന്നുള്ളതാണ്. രാവിലെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തി അവൻ്റെ ക്രൂശിനെ ധ്യാനിച്ചുകൊണ്ട് അവൻ്റെ മുമ്പിൽ കവണ് വീണ് നമുക്കെല്ലാവർക്കും ചേർന്ന് പറയാൻ, കർത്താവേ, നീ എന്നെ സ്നേഹിച്ചതിനായിട്ട് നന്ദി, എൻ്റെ പാപം പോക്കിയതിനായിട്ട് നന്ദി, നിന്റെ രക്തത്താൽ എന്നെ വിടുവിച്ചതിനായിട്ട് നന്ദി, എന്നെ രാജ്യവും പുരോഹിതനാക്കി തീർത്തതിനായിട്ട് നന്ദി. അങ്ങനെ സർവബഹുമാനം അവൻ്റെ മുമ്പിൽ അർപ്പിച്ച് നമുക്ക് അവനെ മോത്തപ്പെടുത്താം. അവൻ്റെ പൊന്നുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ എന്നെ ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ആരാധനാ ചിന്ത അവസാനിക്കട്ടെ. ദൈവനാമം മോത്തപ്പെടുമാറാകട്ടെ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. എന്നോടെ കണ്ണുകൾ കാൽവരിയിങ്കലെ ക്രൂശിന് നേർത്തിരിക്കേ, എൻ്റെ പൊന്നുബലിയായ ദൈവ